ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മാർക്കോസ് 14-ാം അധ്യായം 61 തൊട്ട് 62 വരെയുള്ള വാക്യങ്ങൾ. അവൻ നിശബ്ദനായിരുന്നു, മറുപടിയൊന്നും പറഞ്ഞില്ല. പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു, നീയാണോ വാഴ്ത്തപ്പെട്ടവൻ്റെ പുത്രനായ ക്രിസ്തു? യേശു പറഞ്ഞു, ഞാൻ തന്നെ. മനുഷ്യപുത്ര ശക്തിയുടെ വലത്തു ഭാഗത്ത് ദൂഷണായിരിക്കുന്നതും വാനമേഖലയിൽ വരുന്നതും നിങ്ങൾ കാണും. ഹല്ലേലൂയ. യേശു നേരിട്ടിട്ട് ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ബൈബിൾ നോക്കി കാണാൻ പറ്റും. അതിന് കാരണം എന്താണ്? കാരണം ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജൂതന്മാർ മനസ്സിലാക്കുക പിതാവായ ദൈവത്തെ മാത്രമാണ് കണക്കാക്കുക. പക്ഷേ പുത്രനായ ദൈവം കൂടി അവർക്ക് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് ഇപ്പം നമുക്ക് കേൾക്കാൻ പറ്റിയത്. നീയാണോ ദൈവപുത്രനായ മിശിഹ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ദൈവത്തിൽ പുത്രനുണ്ടെന്ന് അവരുടെ വിശ്വാസമായിരുന്നു. അത് ദൈവം തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ്, നീയാണോ മിശിഹ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഞാനാണ് മിശിഹ, ഞാൻ ദൈവത്തിൻ്റെ പുത്രൻ, ഞാൻ ദൈവമാണെന്ന് ഈശോ പറഞ്ഞു. അത് നേരിട്ട് ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തെറ്റിദ്ധരിക്കും, പിതാവായ ദൈവത്തെയാണ് തെറ്റിദ്ധരിക്കുക. അതുകൊണ്ടാണ് ഞാൻ മിശിഹയാണ് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നത്. ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമാണ് ദൈവം. പക്ഷേ ഈ ജൂതന്മാരുടെ ട്രഡീഷൻ പ്രകാരം പിതാവായ ദൈവത്തെയാണ് അവർ ദൈവമായി കാണുന്നത്. പുത്രനായ ദൈവത്തെ മിശിഹായ ആയിട്ട് ദശനമായ ദൈവത അവരുടെ ആത്മാവായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ജൂതന്മാരുടെ ട്രഡീഷൻ നമ്മൾ എന്തായാലും നമ്മൾ ഫോക്കസ്, അതായത് അത് നമ്മുടെ മൈൻഡിലില്ലാതെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം മനസ്സിലാവുന്ന ഇല്ല. അപ്പോൾ ഈശോ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നതിന് കാരണം ഇതാണ്. പിതാവായ ദൈവത്തെയാണ് ഞാൻ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കുക. പക്ഷെ ഞാൻ പുത്രനായ ദൈവമാണെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതാണ് കൃത്യമായിട്ട് മിശിഹായാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ജൂതന്മാരുടെ ട്രഡീഷൻ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു അർത്ഥം മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ജൂതന്മാരുടെ ട്രഡീഷൻ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈശോ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്നു, ഈശോ ദൈവപുത്രനാണെന്ന് പ്രഖ്യാപിക്കുന്നു. യേശു നമുക്ക് ആരാധിക്കാൻ, സ്നേഹിക്കാൻ, 10 അനുസരത്തോടെയും കുർബാനയുടെയും ഹല്ലേലൂയ.